ഹായ്. 2 ദിവസം മുന്നേ നമ്മുടെ രാജ്യത്ത് നടക്കിയ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 171ൻ്റെ പ്ലെയിൻ ക്രാഷ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാർട്ട്ഫെൽ കണ്ടോളസൻസ് ആൻഡ് പ്രേയേഴ്സ് ടു ദോസ് ഹു ലോസ്റ്റ് ദെയർ ലൈഫ്സ് ഇൻ പ്ലെയിൻ ക്രാഷ്. ഞാൻ ഇന്നേ വരെ ഒരു ഓൺ വോയിസോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി റിയാക്ട് ചെയ്തിട്ടോ ഒന്നും ഞാൻ ഒരു ഇൻസ്റ്റയിലൊരു കമൻറ്റ് പോലും ഇടുന്ന ഒരു ആളല്ല. പക്ഷേ എനിക്ക് ഈ ഇൻസിഡൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുന്ന ഒരു ആളാണ്. പഠിക്കാനായിട്ട് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതിലേറെ എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യം നടക്കാണ്ട് മുടങ്ങി തിരിച്ച് ട്രെയിനിൽ ട്രാവൽ ചെയ്ത് വരുമ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് അറിയുന്നത് തന്നെ. ഞാൻ ആദ്യം ഒരു റീലാണ് കാണുന്നത്. ഒരു ന്യൂസോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ഇങ്ങനെ കത്തുന്നൊരു റീലാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ മുമ്പ് നടന്ന വല്ല ഇൻസിഡൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും യൂട്യൂബിൽ ഞാൻ പെട്ടെന്ന് പോയി ഞാൻ സെർച്ച് ചെയ്തു. അപ്പം അറിയാമല്ലോ, ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നെറ്റ് കണക്ഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ സെർച്ച് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ന്യൂസുകൾ ഇങ്ങനെ എല്ലാവരിലേക്കും ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി സത്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ചെയ്യിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ടേക്ക് ഓഫ് ചെയ്ത് ഒരു 30 സെക്കൻഡ്സിൽ ആ പ്ലെയിൻ ബ്ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. എനിക്ക് കുഞ്ഞുനാളിൽ മുതലേ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡ്രീമാണ് ഒരു എയർ ഹോസ്റ്റസ് ആവുക എന്ന് പറയുന്നത്. പക്ഷേ എന്നോട് കുഞ്ഞിലെ എന്താവണം എന്ന് ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് ഡോക്ടറായാൽ മതി എന്നാണ്. കാരണം ചുറ്റിനുള്ള എല്ലാവരും ഡോക്ടറാവണം, എൻജിനീയർ ആവണം, ടീച്ചറാവണം എന്ന് പറഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴും അത് പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടിയല്ല, പുറത്ത് പറയാൻ പറ്റുന്ന ഫീൽഡാണോ എന്നൊക്കെ പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിത് പഠിക്കാൻ വേണ്ടി അഡ്മിഷനൊക്കെ എടുത്ത് നിൽക്കുന്ന ആളാണ് എന്ന്. കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ക്ലാസ് തുടങ്ങാൻ വേണ്ടിയിട്ടും. പക്ഷേ കുറച്ച് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരുടെ എതിർപ്പോടു കൂടിയാണ് ഞാൻ പഠിക്കാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ഈ ഇൻസിഡൻറ്റ് ഫസ്റ്റ് ഇങ്ങനെ അറിയുമ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ തട്ടിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു, അല്ലെങ്കിലും മൂത്തവർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ്. അതൊരിക്കലും മനസ്സിൽ തട്ടിയോ ഒന്നും പറഞ്ഞതല്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഇതിൽ 242 പാസഞ്ചേഴ്സ്, 12 ക്രൂ മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ 241 പാസഞ്ചേഴ്സും മരിച്ചുപോയി. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആൾ പറയുന്ന വാക്കുകൾ കേട്ടാൽ പോലും നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ആൾ രക്ഷപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആളെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾ എന്തായാലും ഒത്തിരി നാളെടുക്കും അതിൽ നിന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. കാരണം കണ്ണടയ്ക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും ആൾക്ക് ആ ഒരു ഇൻസിഡൻറ്റ് മൈൻഡിൽ ഉറപ്പായിട്ട് വരും. കാരണം അത്രയും വലിയൊരു ഇൻസിഡൻറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് അദ്ദേഹം തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതും കണ്ടിട്ടുണ്ടാവും. ഇതിലേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ മരിച്ച ആൾക്കാരുടെ റിലേറ്റീവ്സ്, ഫാമിലി, ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ലവ്ഡ് വൺസ് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. കാരണം പ്ലെയിൻ ക്രാഷായി വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ എല്ലാവരും കത്തി മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് അനുഭവിക്കുന്നത് ചുറ്റും നിൽക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം എനിക്ക് ഏറ്റവും അടുത്ത ഒരാൾ ഇപ്പം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ജേണി അല്ലെങ്കിൽ സേഫായിട്ട് പോയിട്ട് വാ, തിരിച്ച് വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. നമ്മളായാൽ പോലും ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിൽ ഞാൻ പറയാം അടുത്ത വരവിൽ കാണാം എന്നും പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അങ്ങനെ പോയ ഒരാൾ പിന്നെ ഇല്ലയെന്നറിയുമ്പോഴുള്ള ഒരു സങ്കടം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്
അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഈ 241 ആൾക്കാർക്കും 241 സ്റ്റോറീസ് ആയിരിക്കും. ഇതിൽ കുറച്ച് പേരുടെയൊക്കെ ഏതും അവരുടെ മുത്തശ്ശീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ട് തിരിച്ചു പോയ ആൾക്കാർ, ഒരു ഡോക്ടർ അയാളുടെ ജോലി തന്നെ വേണ്ടെന്ന് വെച്ച് ഫാമിലീനോടൊപ്പം ഇനി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ലണ്ടനിൽ പോയ ആ ഒരു ഫുൾ ഫാമിലി, അങ്ങനെ ഒത്തിരി സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ചിലരുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. വല്ലാണ്ട് വേദനപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇപ്പോഴായാൽ പോലും ഇൻസ്റ്റ തുറക്കുമ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും ബ്ലർ ചെയ്യാത്ത കുറേ ചുറ്റിനും നിന്ന് ആൾക്കാരെടുത്ത കുറേ റീൽസ്, കുറേ വീഡിയോസ്, അതിൽ ഞാൻ ചില സമയത്ത് ഞാൻ ഫോണിങ്ങനെ വെച്ചിട്ട് ഞാനങ്ങ് ഇരുന്ന് പോകുന്ന അത്രയ്ക്ക് സങ്കടപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ബോഡീസിൻ്റെ പാർട്സ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നത്, കുറേ ബോഡീസ് കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്, കുറേ ബോഡീസ് കത്തിക്കരിഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നത്, അതൊക്കെ കാണുമ്പം ഒരു നിമിഷം ഇല്ലാണ്ടായി പോവുകയാണ്. ഒന്നും അറിയാണ്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുറച്ചധികം ആൾക്കാർ അവരുടെ ഹോസ്റ്റലിലോട്ടാണ് ഇത് വന്ന് ഇടിച്ച് കയറിയതും. ഒന്നും അറിയാണ്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ചില വീഡിയോസ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, പ്ലേറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കി ഇങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചില സമയത്ത്. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഈ ഒരു ന്യൂസ് ഇങ്ങനെ ത്രൂ ഔട്ട് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ നോക്കും തോറും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. പൈലറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവിനെ പറ്റിയോ ഒത്തിരി ലേറ്റായിട്ടാണ് ന്യൂസ് പുറത്തു വന്നത്. എനിക്ക് മാത്രമാണോ അത് തോന്നിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില വീഡിയോസിൻ്റെ കമൻസൊക്കെ നോക്കിയപ്പം പൈലറ്റ്സിനെ പറ്റി പറയുന്നില്ല, ആരായിരുന്നു ക്യാബിൻ ക്രൂ എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി, എനിക്ക് മാത്രമല്ല അത് തോന്നിയത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ന്യൂസസ് ഇങ്ങനെ കണ്ടു, ആരായിരുന്നു പൈലറ്റ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ആരൊക്കെ ആയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റായി എന്ന് തന്നെ ഞാൻ പറയും. ഇന്ത്യൻ ആർമിയിലായിക്കോട്ടെ, ഒരു സോൾജിയർ മരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്തു എന്ന് എല്ലാവരും പറയാറുണ്ട്. അത് സത്യം തന്നെയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു പ്ലെയിൻ ക്രാഷോ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഈ പൈലറ്റിനും ഈ ക്യാബിൻ ക്രൂ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പാസഞ്ചേഴ്സിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ ഈ സേഫ്റ്റീനെ പറ്റി അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാവുന്ന ആൾക്കാരാണ് ഈ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാബിൻ ക്രൂ ആണ് അത് പാസഞ്ചേഴ്സിലേക്ക് എത്തിക്കുന്നത് പോലും. അപ്പോൾ പൈലറ്റിനറിയാം പ്ലെയിൻ ക്രാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതെന്തായാലും ബ്ലാസ്റ്റ് ആവും, എന്തായാലും മരിക്കും എന്നറിഞ്ഞിട്ട് കൂടിയും അവരാരും ആദ്യമേ സേഫ് ആവാൻ നോക്കാറില്ല. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സേഫ് ആവാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അവരവരുടെ കൂടെയുള്ള പാസഞ്ചേഴ്സിനെ സേഫാക്കാനാണ് എപ്പോഴും ശ്രമിക്കുക. അതാണ് വേണ്ടത്. നാളെ ഞാൻ ഈ ഒരു ഫീൽഡിൽ ക്യാബിൻ ക്രൂ ആയാൽ കൂടിയും മരണം അടുത്തെത്തി എന്നറിഞ്ഞാൽ കൂടിയും എനിക്ക് എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ചിരിക്കുന്ന കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്. അവരെയാണ് ഞാൻ ആദ്യം സേഫ് ആക്കേണ്ടത്, അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഇന്ത്യൻ ആർമീൻ്റെ കാര്യം പറഞ്ഞത്, അല്ലാതെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും പറഞ്ഞതല്ല. അപ്പം ഈ ക്യാബിൻ ക്രൂസിനെ പറ്റിയോ അല്ലെങ്കിൽ പൈലറ്റ്സിനെ പറ്റിയോ ആരും അങ്ങനെ സംസാരിക്കുന്ന, അവരവരുടെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ലൈഫ് സാക്രിഫൈസ് ചെയ്തതാണെന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ന്യൂസിൻ്റെ അപ്ഡേറ്റ്സ് പോലും എത്രയോ വൈകിയാണ് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോഴാണ് അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാ 12 ക്രൂ മെമ്പേഴ്സിൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ എല്ലാം പുറത്തു വരുന്നത് പോലും, അല്ലെങ്കിൽ അവരെ പറ്റി പറയുന്നത് പോലും. ശരിയാണ്, ഒന്നും അറിയാണ്ട് ട്രാവൽ ചെയ്ത പാസഞ്ചേഴ്സ്
മരിച്ചു പോയത് വലിയ സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കൂടെ തന്നെ ഇവരുടെ ലൈഫ് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തതും ഏറ്റവും വലിയ കാര്യമാണ്. അതിൽ ഞാൻ ഇപ്പം ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ഇൻസ്റ്റ ID പോലും സ്കൈ ലവ് ഹെറോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേറെ ഈ ഫീൽഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഞാനും എൻ്റെ ഒരു ഡ്രീമാണ് ഒരു ക്യാബിൻ ക്രൂ ആവുക എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം ഈ ഫീൽഡിനെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെപ്പറ്റി നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. അതെനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു ഓൺ വോയിസോ ഒരു വീഡിയോയ്ക്കോ ഒന്നിനും ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് കരുതി ഞാൻ ഒരിക്കലും വെച്ച ആ കാല് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ എന്തായാലും തേടി വരും. ഒരു മനുഷ്യനും അതിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എന്താ മനസ്സിലായത്, ലൈഫ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ഉള്ള ആ ഒരു ലൈഫ് ഹാപ്പി ആയിട്ട് നമ്മുടെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്ത് ജീവിക്കാൻ നോക്കുക. താങ്ക് യു.